ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു വലിയ ഡൗട്ടാണ് അഡീനിയം കെയർ എങ്ങനെയാണ്, അതേപോലെ തന്നെ അഡീനിയം പ്ലാന്റിനെ കെട്ടിത്തൂക്കി ഇടുന്ന രീതി എന്തിനാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നല്ല നല്ല വെറൈറ്റി അഡീനിയങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കെയർ എന്താണ്. ഒന്നാമത്തെ കാര്യം, അഡീനിയം പ്ലാന്റ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന നല്ല 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 ഭംഗിയുള്ള പൂക്കൾ കിട്ടുന്ന പ്ലാന്റാണ് അഡീനിയം എന്നറിയപ്പെടുന്നത്. പ്ലാന്റ് ഡെസേർട്ട് റോസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിന് ഒരുപാട് നല്ല വെയിൽ കിട്ടുന്ന പ്രദേശങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ നിറച്ച് പൂത്ത് മറിഞ്ഞ് കിടക്കും. അതേപോലെ തന്നെ മഴവെള്ളം വീഴാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ലൈറ്റായിട്ട് വെള്ളം കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് മുതലായ വെള്ളം കെട്ടി നിൽക്കാൻ ശേഷിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇത് അഡീനിയം അറബിക്കം പ്ലാന്റ് ആണ്. അതിന് ഇപ്പം കേജിലായിരുന്നു, ഇപ്പം മഴ മാറിയപ്പോഴത്തേക്ക് കേജ് ഓപ്പൺ ചെയ്ത് പ്ലാന്റിനെ വെയിലത്ത് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് ഇത്. ഏകദേശം ഒരു 16-17 വയസ്സ് പ്രായമുള്ള ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നല്ല നല്ല ഒരുപാട് ഇനങ്ങളുണ്ടെങ്കിലും നമുക്കിതിനെ മാക്സിമം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പരമാവധി കുറയ്ക്കുക. 2 ഫംഗിസൈഡ് ഇൻഡോഫില്ലം 45 എന്ന് പറഞ്ഞ പൊടി ഒന്ന് നല്ലപോലെ കലക്കി പുതിയ പ്ലാന്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ള ചെടികൾ വെക്കും പോലെ തന്നെ ഇതിനെ ഡിപ്പ് ചെയ്തതിന് ശേഷം, അതായത് മുക്കി കുറച്ച് ഇട്ടതിന് ശേഷം കെട്ടിത്തൂക്കി ഒരാഴ്ച ഇടുക. 1 മാസം 2 മാസം വരെ ഇടുന്ന ആളുകളുണ്ട്. കാര്യം ഇതിന് കോഡക്സ് നല്ല സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യം വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് കെട്ടിത്തൂക്കി ഇടുന്നത് നല്ലതായിരിക്കും. ഷീറ്റിൻ്റെ താഴെ ഇടുക. വെയിൽ ഓവറായിട്ട് കിട്ടാത്ത രീതിയിലുള്ള ഷീറ്റിൻ്റെ താഴെ ഇടുക. അതേപോലെ തന്നെ ഇത് അറബിക്കം പ്ലാന്റിൻ്റെ ഒരു വലിയ പ്ലാന്റാണ്. ഇത് എന്താണ് കണ്ടില്ലേ, നല്ല നല്ല കോഡക്സ് ആണ്. ഇത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ നല്ല കോഡക്സ് കിട്ടും. അതേപോലെ തന്നെ കെട്ടിത്തൂക്കി ഇടണം, കെട്ടിത്തൂക്കി ഇടുക. അതേപോലെ തന്നെ പ്രൂൺ ചെയ്യരുത്, ഇതിൻ്റെ മണ്ടകളൊന്നും കട്ട് ചെയ്യരുത്. എങ്ങനെ മണ്ട കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വില പോകുന്ന ഒരു ചെടി എന്ന് പറയുന്നത് അറബിക്കം അഡീനിയമാണ്. അറബിക്കം അഡീനിയത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചുകൾ കാണും, നിറച്ച് പൂക്കുന്ന ഒരു ഇനമാണ്. ഭയങ്കരമായ വലിയ അടുക്കൊന്നും ആയിരിക്കത്തില്ല, സിംഗിൾ പെറ്റലായിരിക്കും. ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുമുണ്ട്. ഇതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വെറൈറ്റി നിർണ്ണയിക്കുന്നത്. MK, RCN, ഒരുപാട് വെറൈറ്റി. അതേപോലെ തന്നെ ഗോഡ്ജി, അതേപോലെ ഇതൊക്കെ നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ല ഷേപ്പിൽ വരും. അത് ഷേപ്പിനാണ് ഡിമാൻഡ്. എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ വിലയുള്ള ചെടികളുണ്ട്. ഇതിൻ്റെ ലക്ഷങ്ങൾ വിലയുള്ള അറബിക്കം അഡീനിയം അല്ലെങ്കിൽ തായ് സോക്കോട്ടാനം, ഗോഡ്ജി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇനങ്ങളുണ്ട്. ഇത് അതിൻ്റെ തന്നെ വകഭേദമാണ്. അതേപോലെ തന്നെ നല്ല നല്ല സൂര്യപ്രകാശം, അതേപോലെ തന്നെ വളം പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീനിയങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നത് ഫോളിയാറായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫോളിയാർ ഇലയിലും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് വീഴത്തക്ക രീതിയിൽ 19 ലൈറ്റായിട്ട് ഒരു 3 ഗ്രാം ഇട്ട് നല്ല 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീൻ കെയറിൻ്റെ തന്നെ കൂടിയ വളങ്ങളുണ്ട്. അത് മേടിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ഗ്രാം ഇട്ട് നല്ലപോലെ കലക്കിയിട്ട് അതും സ്പ്രേ ചെയ്ത് കൊടുക്കുക. മാറി തിരിഞ്ഞ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പുഴുക്കേടുകൾ വരാതിരിക്കാനായിട്ട് നമുക്ക് റിയൂഡോ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പ്ലാന്റിന് കുറച്ചും കൂടെ ഹെൽത്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഫിഷമിനോ ഒരു 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പച്ചപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ചെറിയ പൊടിക്കൈ, നഴ്സറിക്കാരുടെ ഒരു ചെറിയ പൊടിക്കൈയാണ്. ലൈറ്റായിട്ട് ഒരു 2 ഗ്രാം യൂറിയ 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റ് നല്ല കിടുവായിട്ട് ഇതേപോലെ കയറി വരും. അതേപോലെ തന്നെ നല്ല ഗ്രീൻ ആയിരിക്കും. പ്ലാന്റ് കാണാനായിട്ടൊക്കെ നല്ല നല്ല രസമായിരിക്കും. അതേപോലെ തന്നെ അഴുകിപ്പോകരുത്. പ്ലാന്റിന് ഒരുപാട് പേര് പറയുന്ന വലിയ വലിയ പ്ലാന്റുകളൊക്കെ അഴുകിപ്പോകുന്ന ഒരു കാര്യം വരും. അത് മാക്സിമം ഫംഗിസൈഡ് കൊണ്ട് തന്നെ ഇതിനെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഇത് ബ്ലാക്ക് ബെല്ലി വെറൈറ്റി ഒരെണ്ണമാണ്. അത് കുറേ നാളിന് മുമ്പ് കിട്ടിയ ഒരു വെറൈറ്റിയാണ്. പോട്ടിംഗ് മിക്സ്ചറിൽ ചേർക്കാനായിട്ടുള്ളത് നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണിലാണ് പ്ലാന്റ് ചെയ്യേണ്ടത്. ചകിരിച്ചോറ് കുറയ്ക്കുക. നീർവാർച്ചയുള്ള മണ്ണും മണ്ണിര കമ്പോസ്റ്റും സ്വല്പം ചാണകപ്പൊടി ഉണക്കുക, സ്വല്പം ആട്ടുംകാട്ടം ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ചെറിയതായിട്ട് തള്ളി പുറത്തോട്ട് ഇങ്ങനെ നിന്ന് നല്ല ബഡ് പുറത്തോട്ട് തള്ളി വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തത് ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മളെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് പൂത്ത് കിടക്കുന്ന ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ചേട്ടൻ്റെ വീട്ടിലെ പ്ലാന്റാണ്. അത് നല്ല കിടുവായിട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കുറച്ച് തൈകളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്.
ഈ തൈ നാളെ മറ്റന്നാൾ 2-3 ദിവസം കൊണ്ട് ഇതിനകത്തുനിന്ന് നല്ല രസമുള്ള ചുവപ്പ് നിറമാർന്ന ഫ്ലവർ പുറത്ത് വരും. അതിനു വേണ്ടി കട്ട വെയിറ്റിങ്. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മാക്സിമം, കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. താങ്ക്